ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന ഫിറ്റിംഗ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫിറ്റിംഗ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാർട്ടിലൂടെ നോക്കുന്നത്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടെത്താനുള്ള അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ഫൈൻഡ് പി ആണ്, പ്രോബബിലിറ്റി ഓഫ് സക്സസ് പി കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ ക്യൂ കണ്ടെത്തുക. ക്യൂ കണ്ടെത്താൻ 1 മൈനസ് പി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ കണ്ടെത്താൻ പറ്റും. ദെൻ അതിനുശേഷം പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, അതായത് പി ഓഫ് എക്സ് നമ്മൾ നേരത്തെ പഠിച്ച എൻ സി എക്സ് പി റീസ് ടു എക്സ് ഇൻറ്റു ക്യൂ റീസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എക്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്, ഓരോന്നിന്റെയും പ്രോബബിലിറ്റി കണ്ടെത്തുക. അതായത് ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസിക്കൽ ടു 0, എക്സ് ഈസിക്കൽ ടു 1 ഇങ്ങനെ കണ്ടെത്തുക. ദെൻ ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്നുള്ളതാണ്. അതായത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടെത്താൻ ടോട്ടൽ ഫ്രീക്വൻസി പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയുടെ വാല്യൂ കിട്ടും. അപ്പൊ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടെത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 8 കോയിൻസ് വർ ടോസ്ഡ് ടുഗെദർ 256 ടൈംസ്, ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ഹെഡ്സ്, ഫൈൻഡ് മീൻ ആൻഡ് എസ് ഡി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ തന്നത്. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുന്നത് എത്ര പ്രാവശ്യമാണ്? 8 ടൈംസ് ആണ് ടോസ് ചെയ്യുന്നത്. ഓക്കെ, 8 പ്രാവശ്യമാണ് കോയിൻ ടോസ് ചെയ്യുന്നത്. അപ്പൊ 8 പ്രാവശ്യമാണ് നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ എക്സ് എങ്ങനെയൊക്കെ എടുക്കണം? 0, 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, ഇത്രയും പ്രാവശ്യം വരും. എന്ന് പറഞ്ഞാല് ഹെഡ് തീരെ കിട്ടാത്തത് 1 പ്രാവശ്യം കിട്ടുന്നത്, 2 പ്രാവശ്യം കിട്ടുന്നത്, 3 പ്രാവശ്യം കിട്ടുന്നത്, 4 പ്രാവശ്യം, 5 പ്രാവശ്യം, 6 പ്രാവശ്യം, 7 പ്രാവശ്യം, 8 പ്രാവശ്യം, ഇതേ രീതിയിൽ വരും. 8 കോയിൻ ആണ് മൊത്തം ടോസ് ചെയ്യുന്നതെങ്കിൽ. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6, 7, 8 എന്ന് വരും. ഇനി n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? n എന്ന് പറയുന്നത് 8 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ് നിർബന്ധമായിട്ടും കാണുക. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ഈ ക്ലാസ് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ നോക്കുക, നമ്മൾ ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഒരു ടേബിൾ വരച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ കൊടുക്കുന്നത് പോസിബിൾ ഔട്ട്കംസ് ആണ്. അതായത് നമ്മൾ 8 കോയിൻ ആണ് ടോസ് ചെയ്യുന്നത്. അങ്ങനെ 8 കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എന്താണ്, നമുക്ക് ഹെഡ് കിട്ടാനുള്ള ചാൻസ് ആണ് ചോദിച്ചത്. അപ്പൊ ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ 2 രീതിയിൽ വരാം. ഒന്ന് 8ഉം ഹെഡ് ആകാം, ഒരു ടെയിലും ഇല്ലാത്ത രൂപത്തിലാകാം. ഇനി അതാണ് ഒന്നാമത്തെ പ്രോബബിലിറ്റി ഓഫ് 8 എന്ന് പറയുന്നത്. അടുത്ത പ്രോബബിലിറ്റി ഓഫ് 7 ആണ്. അതായത് ഹെഡ് 7 ആകാനുള്ള ചാൻസ് ഉണ്ട്, ഒന്ന് ടെയിലും ആകാം. അപ്പൊ പിയും ക്യൂ ആണ്. പി എന്ന് പറയുന്നത് സക്സസ് ആണ്. സക്സസ് എന്ന് പറയുന്നത് ഇവിടെ ഹെഡ് കിട്ടുന്നതാണ്. ഹെഡ് 7 കിട്ടാം, ക്യൂ എന്താകാം 1 കിട്ടാം. ഇനി അടുത്ത 6 കിട്ടാം. പ്രോബബിലിറ്റി ഓഫ് ഹെഡ് കിട്ടുന്നത് 6 ആണെങ്കിൽ ടെയിൽ എന്തായിരിക്കും? 2 ആയിരിക്കും. ഇതേപോലെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് 0 കിട്ടുന്നത് വരെ എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. ഓക്കെ, ഇതാണ് പോസിബിൾ ഔട്ട്കംസും ഹെഡ് ഓർ ടൈലുമാണ് നമ്മൾ 1ലും 2ലും കാണിച്ചത്. ഇനി ഇതിന്റെ ഫോർമുലയാണ് ഓരോന്നും കണ്ടെത്താൻ. പ്രോബബിലിറ്റി ഓഫ് 8 കണ്ടെത്താൻ നേരത്തെ നമ്മൾ പഠിച്ച ഫോർമുല എൻ സി എക്സ് ഇൻറ്റു പി റീസ് ടു എക്സ് ഇൻറ്റു ക്യൂ റീസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുന്ന ഫോർമുലയിലേക്ക് ഇത് അപ്ലൈ ചെയ്യാണ്. എൻ എന്ന് പറയുന്നത് ഇവിടെ 8 ആണ്. ടോട്ടൽ 8 ആണ് ഇവിടെ കോയിൻ ടോസ് ചെയ്യുന്നത്. 8 പ്രാവശ്യമാണ്. അപ്പൊ അതാണ് എൻ. സി 8 എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ്, സക്സസിന്റെ പ്രോബബിലിറ്റി ആണ്. എന്താണ്? നമ്പർ ഓഫ് സക്സസ് ആണ്. ഇവിടെ 8 ആണ് വരുന്നത് നമ്പർ ഓഫ് സക്സസ്. ഇനി ഇവിടെ പി റീസ് ടു എക്സ് ആണ് 8. ഇനി ക്യൂ റീസ് ടു എക്സ്, ക്യൂ റീസ് ടു ഇവിടെ വരുന്നത് 8 മൈനസ് 8 ആണ്, അതായത് 0 വരുന്നത്. ഇതേപോലെ ഓരോന്നിന്റെയും ഇക്വേഷൻ നമ്മൾ ഫോർമുല ചെയ്യുന്നു. രണ്ടാമത്തെ വരുന്നത് 8c 7 ആണ് വരിക. എക്സ് എന്തായിട്ട് മാറും? 7 ആണ്. സക്സസ് വരുന്നത് 7 ആണ്, എക്സ് വരുന്നത്. അപ്പൊ പി റീസ് ടു 7, ക്യൂ അന്നേരം എന്തായിരിക്കും? 1 ആയിരിക്കും. 8ൽ നിന്നും 7 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 എന്ന് കിട്ടും. ഇതേപോലെ ഓരോന്നിന്റെയും നമ്മൾ ഫോർമുല എഴുതി വെക്കുന്നു. ഓക്കെ, ഇവിടെ ലാസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്: 8 n വരുന്നു, സി 0. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്താണ്? എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി പി റീസ് ടു 0, എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ക്യൂ റീസ് ടു 8,
n എന്ന് പറയുന്നത് 8 ആണ്. 8ൽ നിന്ന് എന്ത് കുറക്കണം? എക്സ് കുറക്കണം. എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 0 ആണ്. അപ്പൊ ഇവിടെ q⁸8 എന്ന് കിട്ടും. അപ്പൊ ഇതേ രീതിയിലാണ് ഫോർമുല നമ്മൾ കൊടുത്തത്. നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ കൊടുക്കുന്നത് കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേഷൻ കൊടുക്കുന്ന 8c8 എന്ന് പറയുന്നത് 1 ആണ്. 8c8 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. രണ്ടും ഒരേപോലെയാണ്. ആറും അതേപോലെ എന്നും ഒരേപോലെ ആകുമ്പോൾ 1 ആണ് വരിക. ഇനി 1/2 8 ആണ്. 1ന്റെ റീസ് 8 എന്ന് പറയുന്നത് 1 ആണ്. ഇനി 2/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256 ആണ്. ഇൻറ്റു 1/2 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇവിടെ ആൻസർ എങ്ങനെ വരും? 1/256 എന്ന് കിട്ടും. 1/256 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ പി ഓഫ് എക്സ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ എഴുതിയത് 0.0039 എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ കൊടുത്തത്. ഇങ്ങനെ ഓരോന്നിനെയും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. 8c7 കാണണം, 8c6 കാണണം, 8c5. ഇത് കാണുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ പറഞ്ഞതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓരോന്നിന്റെയും നമുക്ക് കിട്ടും. അടുത്ത കോളത്തിൽ നമ്മൾ കാണുന്നത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി കാണുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഫ്രീക്വൻസി വരുന്നത് 256 ആണ്. ഓക്കെ, 256 ആണ് ടോട്ടൽ ഫ്രീക്വൻസി വരുന്നത്. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? നമ്മൾ ഈ കണ്ടെത്തിയ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 0.0039 എന്ന് പറയുന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 1 കിട്ടും. ഇങ്ങനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം അവസാനം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 256 ആണ്, ഇവിടെ 1 ആണ്. പ്രോബബിലിറ്റി മൊത്തം കൂട്ടി കഴിഞ്ഞാൽ 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ ഫസ്റ്റ് നിങ്ങളോട് ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ഹെഡ് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഇത്തരത്തിലാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചത് മീന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. മീൻ ഈസ് ഈക്വൽ ടു എന്താണ്? മീൻ ഈസ് ഈക്വൽ ടു NP ആണ്. n എന്ന് പറയുന്നത് 8 ആണ്, p എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പൊ മീന് നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഇനി ഇവിടെ ചോദിച്ചത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? √NPQ ആണ്. അതായത് ഇവിടെ എങ്ങനെ വരും? √8 × 1/2 × 1/2 ആണ്. അതായത് 8 × 1/2 എന്ന് പറയുന്നത് 4 × 1/2 എന്ന് പറയുന്നത് 2 വരും. അതായത് √2 എന്ന് പറയും. √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 1.414 എന്നാണ് ആൻസർ കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കാത്തത് നേരത്തെ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ആണ്. അപ്പൊ അതിലൊക്കെ ഇതിന്റെ വർക്ക്ഔട്ട് ചെയ്യുന്ന രൂപം പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കുറെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ലോങ് ആയി പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഓരോന്നും മനസ്സിലാക്കുക. ആദ്യം പോസിബിൾ ഔട്ട്കംസ് എഴുതുക, ഹെഡ് ടൈലിന്റെ ചാൻസുകൾ എഴുതുക, ഫോർമുല എഴുതുന്നു, അതിന്റെ കാൽക്കുലേഷൻ എഴുതുന്നു, പ്രോബബിലിറ്റി എഴുതുന്നു, ഫ്രീക്വൻസി എഴുതുന്നു. ഈ കാൽക്കുലേഷൻ എന്നുള്ളത് നിങ്ങൾ സെപ്പറേറ്റ് ഓരോന്നിന്റെയും ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റിന്റെ 8c8 p⁸8 q⁸0 എന്ന് എഴുതിയിട്ട് അതിന്റെ വർക്ക്ഔട്ട് വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞ അടിയിൽ കൊടുത്തതിന് ശേഷം അതിന്റെ ആൻസർ മാത്രം ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്